ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ANA എന്ന് പറഞ്ഞ ടെസ്റ്റിനെ കുറിച്ചാണ്. വളരെയധികം ആളുകൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ANA അഥവാ ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി. ഈ ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ, നമുക്കറിയാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിനെതിരെ പ്രതികരിക്കുന്ന അസുഖങ്ങളാണല്ലോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകുന്ന ആളുകളിൽ ഒരു പ്രത്യേക സെറ്റ് ആളുകളിൽ ഉണ്ടാകുന്ന ഒരു ആൻറ്റിബോഡിയാണ് ഈ ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി എന്ന് പറയുന്നത്. സാധാരണ ANA ടെസ്റ്റ് പോസിറ്റീവ് ആകുന്ന കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് എന്ന് പറയും, SLE, സ്ക്ലിറോഡെർമ, ജോഗ്രൻ സിൻഡ്രോം തുടങ്ങിയ അസുഖങ്ങളിൽ ആണ് ഈ ANA ടെസ്റ്റ് സാധാരണ വളരെ ഹൈ ടൈറ്ററിൽ പോസിറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ANA എങ്ങനെ ചെയ്യുന്നത്? ANA ചെയ്യുന്നത് രക്തത്തിൽ നിന്നാണ്, രക്തപരിശോധനയാണിത്. അത് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 1 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ANA ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നോർമൽ ആളുകൾക്ക് തന്നെ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 10 പേർക്ക് ഇത് പോസിറ്റീവായിരിക്കും. പക്ഷേ ഈ 10 പേരിൽ ഒരാൾക്കായിരിക്കും എന്തെങ്കിലും അസുഖമുണ്ടാകാനുള്ള സാധ്യത. അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? അവരുടെ ബാക്കി ലക്ഷണങ്ങൾ, എന്തൊക്കെ അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും വേറെ മുഖത്ത് ചുവന്ന കുത്തുകളുണ്ടോ, സന്ധികളിൽ വേദനയുണ്ടോ, തൊലിപ്പുറത്ത് എന്തെങ്കിലും ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് അവർക്ക് വേറെ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ അസുഖമുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ANA പോസിറ്റീവാണ് എങ്കിൽ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അസുഖമുണ്ടെന്ന് അർത്ഥമില്ല. പക്ഷേ ANA പോസിറ്റീവായ ബാക്കിയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് SLE പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് ഞാൻ പറഞ്ഞു, SLE, ജോഗ്രൻ സിൻഡ്രോം, ഇവരിലെല്ലാം തന്നെ എസ്പെഷ്യലി SLEയിൽ 99% ആളുകളിലും ANA പോസിറ്റീവായിരിക്കും. അപ്പോൾ SLE സസ്പെക്ട് ചെയ്യുന്ന ഒരാൾക്ക് ANA നെഗറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാം ഇത് SLE ആകാൻ സാധ്യതയില്ല, ലൂപ്പസ് ആകാൻ സാധ്യതയില്ല എന്ന്. പക്ഷേ ANA പോസിറ്റീവായ എല്ലാവർക്കും SLE ഉണ്ടെന്ന് അർത്ഥമില്ല. പലപ്പോഴും ആളുകൾ നമ്മൾക്ക് പേടിച്ച് വരും, ഡോക്ടറെ എൻ്റെ ANA പോസിറ്റീവ് ആണെങ്കിൽ SLE ആണോ? അപ്പോൾ അവരുടെ ആൻസർ അവർക്ക് വേറെ ലക്ഷണങ്ങളുണ്ടോ നമ്മൾ നോക്കും, അവരുടെ ബാക്കി രക്തപരിശോധനകൾ ചെയ്ത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കും. അതുണ്ടെങ്കിൽ മാത്രമേ SLE ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ANA പോസിറ്റീവായ ബഹുഭൂരിഭാഗം ആളുകൾക്കും SLE ആയിക്കൊള്ളണമെന്നില്ല. അത് ഒന്നെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖമായിരിക്കാം, ജോഗ്രൻസോ സ്ക്ലിറോഡെർമയോ അങ്ങനെയുള്ള അസുഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സാധാരണ ആളുകൾക്കും ANA പോസിറ്റീവ് ആകാം. അപ്പോൾ ANA പോസിറ്റീവായുള്ള ഗുണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അടുത്തത്, ഒന്ന്, നമ്മൾ പരിഭ്രാന്തരാകാതിരിക്കുക, ഒരു റുമറ്റോളജിസ്റ്റിനെ കാണുക. റുമറ്റോളജിസ്റ്റിനെ കണ്ട ശേഷം നമ്മളത് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ANA പ്രൊഫൈൽ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് മാത്രം. സാധാരണ റുമറ്റോളജിസ്റ്റ് കണ്ടിട്ട് ചെറിയ ടൈറ്റർ പോസിറ്റീവ്, അതായത് 1+ അല്ലെങ്കിൽ വീക്ക് പോസിറ്റീവ് ആണ് പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയും. പക്ഷേ 3+, 4+ സ്ട്രോങ് പോസിറ്റീവ് ആണെങ്കിൽ ANA പ്രൊഫൈൽ, DS-DNA തുടങ്ങിയ ഫർദർ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ആൻറ്റിബോഡിയാണ് അവർക്ക് പോസിറ്റീവ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അത് മനസ്സിലാക്കിയിട്ട് രോഗനിർണയത്തിൽ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ANA ടെസ്റ്റ് വളരെ യൂസ്ഫുൾ ആണോ? യെസ്. ആർക്കാണത് യൂസ്ഫുൾ? SLE ലക്ഷണങ്ങളുള്ളവർക്ക് ANA പോസിറ്റീവ് ആണെങ്കിൽ SLE ആയി ഡയഗ്നോസ് ചെയ്യാം. പക്ഷേ ചുമ്മാ പോയി നമുക്ക് ANA ടെസ്റ്റ് ചെയ്ത് നോക്കാമോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ ആയിരിക്കും അതുകൊണ്ടുണ്ടാകുന്നത്. അതുകൊണ്ട് ഡോക്ടറെ കണ്ട ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ANA ചെയ്യാൻ പാടുള്ളൂ. ANA പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും ഒരിക്കലും നിങ്ങൾ പരിഭ്രാന്തരാകരുത്. ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടറോട് കണ്ട ശേഷം ANA പോസിറ്റീവ് ആണെങ്കിൽ അതിന് ലക്ഷണം ഉണ്ടോ എന്ന് റുമറ്റോളജിസ്റ്റിനെ കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം മുമ്പോട്ട് പോവുക.